بسم الله الرحمن الرحيم فأما الذين آمنوا وعملوا الصالحات فيدخلهم ربهم في رحمته ذلك هو الفوز المبين وأما الذين كفروا أفلم تكن آياتي تتلى عليكم فاستكبرتم وكنتم قوما مجرمين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين على آله وصحبه أجمعين. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സൂറത്തുൽ ജാസിയയിലെ 29 സൂക്തങ്ങളാണ് നാം മുൻ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തത്. ഇൻഷാ അല്ലാഹ് 30-31 സൂക്തങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. 30-ാമത്തെ സൂക്തത്തിലും 31-ാമത്തെ സൂക്തത്തിലും രണ്ട് വിഭാഗം ആളുകളെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. അമ്മ എന്നാൽ അല്ലദീന ആമനു വിശ്വസിച്ചവർ, വഅമിലു പ്രവർത്തിച്ചവരും, അസ്വാലിഹാത്തി സൽക്കർമ്മങ്ങൾ, ഫയുദ്ഖിലുഹും അവരെ പ്രവേശിപ്പിക്കും, റബ്ബുഹും അവരുടെ റബ്ബ്, ഫീ റഹ്മത്തിഹി അവൻ്റെ കാരുണ്യത്തിൽ, ദാലിക ഹുവ അതത്രേ അൽ ഫൗസ് വിജയം, അൽ മുബീൻ വ്യക്തമായ. 31-ാമത്തെ സൂക്തത്തിൽ വ അമ്മ എന്നാൽ അല്ലദീന കഫറു നിഷേധിച്ചവർ, അഫലം തക്കുൻ ആയിരുന്നില്ലേ ആയാത്തി എൻ്റെ ദൃഷ്ടാന്തങ്ങൾ, തുച്ഛല ഓതി കേൾപ്പിക്കപ്പെട്ടിരുന്നില്ലേ അലൈക്കും നിങ്ങൾക്ക്, ഫസ്തക്ബർത്തും അപ്പോൾ നിങ്ങൾ അഹങ്കരിച്ചു, വ കുൻതും നിങ്ങളായിത്തീർന്നു, ഖൗമൻ ജനത, മുജ്രിമീൻ കുറ്റവാളികളായ എന്നാണ് അള്ളാഹു പറയുന്നത്. എല്ലാം എഴുതി വെക്കുന്ന വല്ലാത്തൊരു രേഖയെ, കിതാബിനെ കുറിച്ചാണ് കഴിഞ്ഞ 2 സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞത്. ആ കിതാബ് ഒന്നുകിൽ സിജ്ജീൻ, ഇന്ന കിതാബൽ ഫുജാരി ലഫി സിജ്ജീൻ, അല്ലെങ്കിൽ ഇല്ലിയൂൻ, ഇന്ന കിതാബൽ അബ്റാരി ലഫി ഇല്ലിയീൻ, നല്ലവർക്ക് ഇല്ലി, മോശപ്പെട്ട ആളുകൾക്ക് സിജ്ജീൻ, ഇതാണ് കിട്ടുക എന്ന് സൂറത്തുൽ മുത്തഫിഫീനിൽ അള്ളാഹു പറയുന്നുണ്ട്. ഈ ഗ്രന്ഥം കിട്ടുന്ന ആളുകളുടെ ആഖിറത്തിലെ അവസ്ഥകളിലെ വ്യത്യാസമാണ് ഇവിടെ ഇന്ന് വിശദീകരിക്കപ്പെടുന്ന 2 സൂക്തങ്ങളിൽ അള്ളാഹു പറയുന്നത്. മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചത് ചിലരെ ശക്തരായാണ്, ചിലരെ ദുർബലരായാണ്, ചിലരെ കഴിവ് കൂടിയവരായാണ്, ചിലരെ കുറഞ്ഞവരായാണ്. ഇതിൽ ശക്തർ ദുർബലരോട് അക്രമം കാണിക്കുകയും കഴിവ് കൂടിയവർ കുറഞ്ഞവരെ അപമാനിക്കുകയും എല്ലാം ചെയ്തു എന്നിരിക്കട്ടെ. ഇതെല്ലാം കണ്ടിട്ടും അള്ളാഹു ഇടപെട്ടില്ലെങ്കിൽ അത് കടുത്ത അനീതിയാകും. ലോകത്തെ സൃഷ്ടിച്ചത് തന്നെ സത്യത്തിൽ അധിഷ്ഠിതമല്ല എന്ന് വരും. അള്ളാഹു നീതിമാന്മാരിൽ നീതിമാനാണ് എന്ന് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. സുഹൃതികൾക്ക് നല്ല പ്രതിഫലവും അധാർമികമായ വഴിയിലൂടെ മുന്നോട്ട് പോകുന്നവർക്ക് ശിക്ഷയും നൽകേണ്ടതുണ്ട്. ഈമാൻ, അമലുസ്വാലിഹാത്ത്, ഇത് രണ്ടും മുറുകെ പിടിച്ചവരാണ് നല്ല വഴിയിലൂടെ പോയ ആളുകൾ. വഅദല്ലാ അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു അൽ മുഅ്മിനീൻ വിശ്വസിച്ചവർക്ക്, വൽ മുഅ്മിനാത്തി വിശ്വസിച്ച സ്ത്രീകൾക്കും, ജന്നാത്ത് സ്വർഗങ്ങൾ, തോട്ടങ്ങളെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവർക്ക് തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന ആരാമങ്ങളാണ് ഉള്ളത്. ഖാലിദീന ഫീഹ അവരതിൽ എന്നെന്നും വസിക്കും. സ്ഥിരവാസത്തിൻ്റെ സ്വർഗമാണ് അത്. അവിടെ വിശിഷ്ടമായ പാർപ്പിടങ്ങളുണ്ട് എന്നും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. പരിൽവാനും മിനല്ലാ അള്ളാഹുവിൽ നിന്നുള്ള പ്രീതിയെക്കുറിച്ചും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തു തഗാബുനിൽ അള്ളാഹു പറയുന്നത് വമൻ യുഅ്മിൻ ബില്ലാഹി വയഅമൽ സ്വാലിഹൻ, ഒരാൾ അള്ളാഹുവിൽ വിശ്വസിക്കുകയും നന്മ ചെയ്യുകയും ചെയ്താൽ ആ വ്യക്തിക്ക് വലിയ കഷ്ടനഷ്ടങ്ങളുടെ ദിവസത്തിൽ രക്ഷയുണ്ടാകുമെന്നും അള്ളാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നും അവരെ അടിഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗീയ മലർവാടിയിൽ പ്രവേശിപ്പിക്കുമെന്നുമാണ്. അതിൽ എന്നെന്നും വസിക്കാനും കഴിയും. അതാണ് മഹത്തായ ഭാഗ്യം എന്നും ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തുൽ ബുറൂജിലെ 11-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞു, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, നിശ്ചയം അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ, ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ദാലിക്കൽ ഫൗസുൽ കബീർ, അവർക്ക് താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന മനോഹരമായ പൂങ്കാവനങ്ങളുണ്ട്, സ്വർഗീയ തോപ്പുകളുണ്ട്.
അതെത്രേ വലിയ വിജയം എന്നാണ്. സൂറത്തു നിസായിലെ 124 ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വമൻ യഅമൽ മിനസ് സ്വാലിഹാത്തി മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ, ആണാവട്ടെ പെണ്ണാവട്ടെ വിശ്വാസത്തോടെ നന്മ ചെയ്താൽ ഫുലൈക യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യുമെന്ന്. അഥവാ ഈ 30-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞ അമ്മല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും ചെയ്തവർക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ, ആ കാരുണ്യമാണ് സ്വർഗം, ആ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും എല്ലാ സുഖസൗകര്യങ്ങളും എല്ലാ അനുഭൂതികളും അവർക്ക് നൽകുകയും ചെയ്യും. ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ലാത്ത, സങ്കടങ്ങളില്ലാത്ത, രോഗങ്ങളില്ലാത്ത, പ്രായം കൂടാത്ത എല്ലാ അർത്ഥത്തിലും അനുഗ്രഹങ്ങളുടെ പറുദീസയാണ് സ്വർഗമെന്നത്. അതിന് വേണ്ട 2 കാര്യങ്ങൾ ഈമാനും അമലുസ്വാലിഹാത്തുമാണ്. ആ വഴിയിലൂടെ മുന്നോട്ട് പോയവർക്ക് മാത്രമാണ് അത് ലഭിക്കുക. മറിച്ചാണെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിച്ചില്ലെങ്കിൽ, ധിക്കാരത്തിൻ്റെ വഴിയിൽ മുന്നോട്ട് പോയാൽ, ഇന്നല്ലദീന കഫറു ബി ആയാത്തിന വസ്തക്ബറു അൻഹാ, നമ്മുടെ ആയത്തുകളെ നിഷേധിക്കുകയും ധിക്കരിക്കുകയും ആ വിഷയത്തിൽ അഹങ്കാരം പുലർത്തുകയും ചെയ്തവർ, ലാ തുഫത്തഹു ലഹും അബ്വാബു സമാ, ആകാശത്തിൻ്റെ വാതിലുകൾ അവരുടെ മുന്നിൽ തുറക്കപ്പെടുകയില്ല. വലാ യദ്ഖുലൂനൽ ജന്ന ഹത്താ യലിജൽ ജമൽ ഫീ സമ്മിൽ ഖിയാത്ത് കദാലിക നജിസിൽ മുജ്രിമീൻ, അവരൊരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയുമില്ല. അവർക്കതിന് സാധ്യമേയല്ല. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ കടന്നു പോകും വരെ അവർക്ക് സ്വർഗം സാധ്യമല്ല എന്ന് ഖുർആൻ ഈ ആയത്തിൽ ഉദാഹരിച്ചിട്ടുണ്ട്. ഒരിക്കലും സാധ്യമാകാത്ത കാര്യമാണ് ആ പറഞ്ഞത്. അതോടൊപ്പം ഖുർആൻ പറഞ്ഞു, മുജ്രിമീങ്ങൾക്ക് ഇങ്ങനെയാണ് നാം പ്രതിഫലം നൽകുക എന്ന്. നൂഹ് അലൈഹിസ്സലാമയുടെ കാലഘട്ടത്തിൽ ഇതേപോലെ അള്ളാഹുവിൻ്റെ ആയത്തുകൾ കേട്ട് ധിക്കാരത്തോടെ കാതുകളിൽ വിരലുകൾ തിരികിയ ആളുകളെക്കുറിച്ചും ഖുർആൻ പറയുന്നുണ്ട്. വഅസറു വസ്തക്ബറു ഇസ്തിക്ബാറ, അവരവരുടെ ധിക്കാരത്തിൽ ഉറച്ചു നിന്നു, അഹങ്കാരത്തിൽ മുന്നോട്ട് പോയി എന്ന്. അള്ളാഹുവിൻ്റെ ആയത്തുകൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടു. അപ്പോൾ അഹന്ത മൂലം, ധിക്കാരം മൂലം, അഹങ്കാരം മൂലം അവർ സത്യത്തിന് നേരെ കണ്ണടച്ചു. ശരി ശ്രവിക്കാൻ അവരവരുടെ ശ്രവണപടം ഉപയോഗിച്ചില്ല. തെറ്റും ശരിയും ഞങ്ങളെ ആരും പഠിപ്പിക്കേണ്ട, ഞങ്ങൾക്കറിയാം, ഞങ്ങളെ ഉപദേശിക്കാൻ ആരും വരേണ്ടതില്ല എന്ന അഹങ്കാര നിലപാടായിരുന്നു ഇവരുടേത്. അത് മുഖേന അവർ തികഞ്ഞ കുറ്റവാളികളായി മാറി. അമ്മല്ലദീന കഫറു, ഈ നിഷേധികൾ, അവർക്ക് അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടപ്പോൾ ഫസ്തക്ബർത്തും, അവർ അങ്ങേയറ്റം അഹങ്കാരത്തിൻ്റെ വഴിയാണ് സ്വീകരിച്ചത്. വകുൻതും ഖൗമം മുജ്രിമീൻ, അങ്ങനെ കുറ്റവാളികളായ വിഭാഗമായി അവർ മാറി എന്ന് നേർക്കുനേരെ ആ വിഭാഗത്തെ തന്നെ അഭിസംബോധന ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതിനാൽ ഈ 2 വിഭാഗത്തിൽ, കുറ്റവാളികളുടെ വിഭാഗത്തിൽ പെടുക എന്നത് എളുപ്പമുള്ളതാണ്. എല്ലാ തിന്മകളുടെയും വഴിയിലൂടെ പോയാൽ മതി, മനസ്സ് തോന്നുന്നതിൻ്റെ എല്ലാം പിറകെ പോയാൽ മതി. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇച്ഛയെ ഇലാഹായി സ്വീകരിച്ചാൽ മതി. അതേ സമയത്ത് വിജയികളുടെ കൂട്ടത്തിൽ പെടണമെങ്കിൽ, ഇവിടെ കുറേ ആയത്തുകളിൽ സൂചിപ്പിക്കപ്പെട്ട ആ സ്വർഗത്തിൻ്റെ സുഖാനുഭൂതി നുകരണമെങ്കിൽ തീർച്ചയായും സത്യവിശ്വാസവും ആ വിശ്വാസം എങ്ങനെയാണോ ഒരാളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് അതനുസരിച്ച് ജീവിക്കുകയും വേണം. അങ്ങനെ ജീവിക്കുന്നിടത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്ത്, ആ റഹ്മത്തിൻ്റെ ഏറ്റവും വലിയ പരലോക അടയാളമായ സ്വർഗം കാത്തിരിക്കുന്നുണ്ട്. ആ സ്വർഗത്തിലേക്ക് എത്താൻ എല്ലാ അർത്ഥത്തിലും ഭൂമിയിലെ ജീവിതത്തെ വഴിയായി സ്വീകരിക്കണം. അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ദുനിയാവ് ആഖിറത്തിൻ്റെ കൃഷിയിടമാണ്. ഇവിടെ നല്ലത് കൃഷി ചെയ്ത് അവിടെ സ്വർഗം കൊയ്തെടുക്കാൻ കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ.